ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് 10 ഗ്രാമോളം ഗോൾഡൻ കളറ് ഉണക്കമുന്തിരിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അത്ര അളവിൽ തന്നെ ബ്ലാക്ക് കളർ ഉണക്കമുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 10 ഗ്രാം വീതം തന്നെ ട്യൂട്ടി ഫ്രൂട്ടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10 ഗ്രാം തന്നെ ആവണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഇനി വേറെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇത് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നല്ല കട്ടിയുള്ളൊരു പാത്രം ആവണം കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 3/4 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് പാത്രത്തിലൊന്ന് നിരത്തി കൊടുക്കാം. എന്നിട്ട് അത് നമ്മൾ സിമ്മിലോ അല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ആണ് വെക്കേണ്ടത്. അതിൻ്റെ അടുത്തുനിന്ന് മാറുകയൊന്നും ചെയ്യരുത്. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾക്ക് അത് മെൽട്ടായി തുടങ്ങും. അപ്പോൾ നന്നായിട്ട് തന്നെ മെൽട്ടായതിനു ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സിമ്മിലേക്ക് തന്നെ മാറ്റി കൊടുക്കണം. പിന്നെ അത് വിട്ടിട്ട് വേറെ എവിടെയും പോകാനൊന്നും പാടില്ല. പെട്ടെന്ന് തന്നെ അത് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു ഡാർക്ക് കളറായതിനു ശേഷം നമ്മളതിലേക്ക് 1/2 ഗ്ലാസ് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ ആദ്യം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒഴിക്കുമ്പോൾ കുറച്ച് ദൂരെ നിന്നിട്ട് വേണം ഒഴിക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മേലിലേക്കൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചായിട്ട് തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു 3-4 മിനിറ്റ് സിമ്മിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഓവറായിട്ട് വറ്റിപ്പോവരുത്. ഒരു 3-4 മിനിറ്റൊക്കെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ലൈക്കും ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ കേക്കിലേക്ക് യൂസ് ചെയ്യുള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്കുള്ള പഞ്ചസാര പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 ഏലക്ക അതുപോലെ 2 ഗ്രാമ്പു ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെയൊക്കെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ അരിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ ഞാനിതവിടെ 100 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റർ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വിസ്ക് യൂസ് ചെയ്താലും മതിയാവും.
ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ക്രീമി ടെക്സ്ചർ വരുന്നത് വരെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്താലാണ് ഇതുപോലെ കിട്ടുക. അപ്പോൾ ഇത് അവിടെ നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ടാവണം. അപ്പോൾ ഇത് അവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരരിപ്പെടുത്ത് അതിലേക്ക് 200 ഗ്രാം മൈദയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസ് പാലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലും കുറച്ചായി ചേർത്തിട്ട് ഇത് മുഴുവനായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓവറായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കരുത് കേട്ടോ. ഇനി ബാറ്റർ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പാത്രം നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു ഫ്രൈ പാനിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാനിത് ബേക്ക് എടുക്കുന്നത്. എനിക്കൊരു അരമണിക്കൂർ സമയം എടുത്തു ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്.